ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പം നമ്മൾ ഇന്നുള്ളത് സ്വീഡനിലാണ്. അപ്പം നമ്മൾ സ്വീഡൻ പോകുന്നത് ബൈ ട്രെയിനാണ്. ഡെൻമാർക്കിൻ്റെ നെയ്ബറിങ് കൺട്രിയാണ് സ്വീഡൻ. സോ പോവാനും ഭയങ്കര ഈസിയാണ്. കോപ്പൻഹേഗനിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ മതി. ഇതൊരു ഭയങ്കര സ്പെഷ്യൽ ബ്രിഡ്ജാണ് കേട്ടോ. ഇതൊരു ബ്രിഡ്ജ് പ്ലസ് ടണലാണ്. ജസ്റ്റ് ഒരു 30 മിനിറ്റ്സിൽ നമ്മൾ സ്വീഡൻ എത്തും. അങ്ങനെ സ്വീഡൻ മാൽമോ സെൻട്രൽ സ്റ്റേഷനിലാണ് നമ്മളുള്ളത്. ജസ്റ്റ് 2 hour ജേർണിയിലാണ് നമ്മളിവിടെ എത്തിയത്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്. ഡെൻമാർക്ക് കോപ്പൻഹേഗനിൽ നിന്ന് ജസ്റ്റ് 30 മിനിറ്റ്സ് അവേ. അങ്ങനെ ഇതാണ് മാൽമോ. നമ്മളൊരു 1 day ഔട്ടിംഗ് ആണ് മാൽമോയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ലെറ്റ്സ് സീ വാട്ട് വി ക്യാൻ കവർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ 1 day ട്രിപ്പ് ആണെങ്കിൽ 1 day ട്രാവൽ പാസ് ബൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്കാൻ ട്രാഫിക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ഇവിടെ. ഈ ഒരു ആപ്പിൽ പോയിട്ട് നമുക്ക് 1 day ട്രാവൽ ടിക്കറ്റ്, 24 hours ട്രാവൽ ടിക്കറ്റ് ബൈ ചെയ്യാം. ഇപ്പം കൂടുതൽ ദിവസമുണ്ട്, 1 month ആണ്. എല്ലാം ബേസ്ഡ് ഓൺ ആ റിക്വയർമെൻറ്റ്സ് നമുക്ക് ടിക്കറ്റ് ബൈ ചെയ്യാം. അപ്പം നമുക്ക് ഇവിടുത്തെ ബസ്സും ട്രെയിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്ലേസ് സ്വീഡനിലെ ഓൾഡ് ടൗണിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. കുറേ ഓൾഡ് ടൗൺ സ്ട്രീറ്റ്സുകളൊക്കെ ജോയിൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ഒരുപാട് കഫേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടെയാണ്. മുള്ളംപന്നിക്ക അങ്ങനെ നമുക്കിതിനെ പേരിടാം. നല്ല കുത്തുണ്ട്, കുത്തോട് കുത്ത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലെത്തിയിരിക്കുകയാണ് സെന്റ് പീറ്റേഴ്സ് ചർച്ച്. ഇത് ഈ മാൽമോയിലെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു ലാൻഡ്മാർക്കാണ് കേട്ടോ. ഇതൊരു ഓൾഡസ്റ്റ് ബിൽഡിങ്ങുമാണ്. ഓൾമോസ്റ്റ് 700 years ഓൾഡ് ആയിട്ടുള്ള ഒരു ചർച്ചാണ് ഈ സെന്റ് പീറ്റേഴ്സ് ചർച്ച് എന്ന് പറയുന്നത്. ഒരുപാട് എന്താ പറയുക, ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ഒരു ഡിഫറൻസും ഉള്ള ഒരു ചർച്ചാണ്. അപ്പോൾ നമ്മൾ ചർച്ചിലൊന്ന് കയറി. $700 ഓൾഡ് ചർച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഹിസ്റ്ററീസ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ചർച്ച് തന്നെയായിരിക്കും. ഇതുപോലെ മുകളിലുള്ള പെയിൻറ്റിങ്സും അതുപോലെ തന്നെ പണ്ട് മാമോദീസ ചെയ്തിരുന്ന അവരുടെ ആ ഒരു ഏരിയ ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിലൊക്കെ ഒത്തിരി പഴയ അവർ പെയിൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കുറേയൊക്കെ ഫെയ്ഡായിട്ടാണെങ്കിലും നമുക്ക് നന്നായിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കൺസ്ട്രക്ഷനും ആ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂഷ്വലി ഇപ്പോൾ ചർച്ചിലൊന്നും കാണാത്ത ടൈപ്പ് ഓരോ ഡിസൈൻസ് ഒക്കെ ആയിരുന്നു. ഇങ്ങനത്തെ ഫേസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പല പല ടൈപ്പ് ഫേസസ് ഒക്കെ. ഇത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ വേറെ യൂഷ്വലി അങ്ങനെ ചർച്ചിൽ കാണാറില്ലല്ലോ ഇതുപോലത്തെ ഫേസും കാര്യങ്ങളൊക്കെ. അപ്പം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു.
എന്തായാലും ഈ ചർച്ചിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയതിൽ നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു. കാരണം ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു ഉള്ളിൽ. അങ്ങനെ നമ്മൾ ചർച്ചെല്ലാം കഴിഞ്ഞ് അടുത്ത പ്ലേസിലോട്ട് മൂവായി. അങ്ങനെ അടുത്ത് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ഫേമസ് പബ്ലിക് സ്ക്വയറിലായിരുന്നു കേട്ടോ. ഇവിടെ അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ബിൽഡിങ്സും കുറേ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ആക്ച്വലി നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയായിരുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു പബ്ലിക് ഗ്യാതറിങ് സ്പേസ് ആയിട്ട് ഫീൽ ചെയ്തു കണ്ടപ്പോൾ. ഇത് ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്ന കോപ്പറിലാണ് കേട്ടോ. ഭടന്മാരാണ്, കോപ്പർ ഭടന്മാര്. ഇതാരോ എന്തിന്റെ ഫ്ലാഗ്? അതുകൊണ്ടാണ് കോടിരാജ. ഇത് ഒറിജിനൽ ആയിരിക്കോ? അല്ല, ഒറിജിനൽ ഇത് ഉണ്ടാക്കി സിന്തറ്റിക് ആയിരിക്കും. ഇത് അവിടെ നിന്ന് എടുത്തത്. നമ്മൾ മാൽമോയിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഓട്ടം ടൈമിലായിരുന്നു. അതുകൊണ്ട് എന്തായാലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലേസ് ആയിരുന്നു ഈ ഒരു കിങ്സ് ഗാർഡൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓട്ടം വൈബ്സ്, ആ ഒരു അടിപൊളി വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം. അപ്പം നമ്മൾ എന്തായാലും ഈ പാർക്ക് വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഇലപൊഴിയും ശിശിരം, എന്താ പറയുന്നത്? കിട്ടിലും വ്യൂ. ഇത്രയും അടിപൊളി സ്പോട്ട് കിട്ടിയിട്ട് എന്തായാലും നമ്മൾ പിക്ക് എടുക്കാതിരിക്കില്ലല്ലോ. അപ്പം നമ്മൾ ഒരുപാട് പിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരുപാട് നമ്മൾ ഫോട്ടോസിലും നമ്മുടെ ബുക്കിൻ്റെയൊക്കെ പുറത്തെ അട്ടിയിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ കൈൻഡ് ഓഫ് പ്ലേസസ് നമ്മളിവിടെ കണ്ടു. അപ്പം അത്യാവശ്യം ഒരുപാട് പിക്കൊക്കെ നമ്മളെടുത്തു. ഞാനെന്റെ വീഡിയോ എടുത്ത് പറഞ്ഞു ഞാൻ ചാടിയതൊക്കെ വെറുതെ എല്ലാരും ഭയങ്കര ഫോട്ടോഗ്രാഫി ഉണ്ടോ. ബിക്കോസ് എത്ര ഫ്രെയിം വെച്ചാലും നല്ല ഭംഗിയാണ്. അതുകൊണ്ട് എല്ലാരും ഫോട്ടോ എടുക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നല്ല തണുപ്പാണ് കേട്ടോ. ഈ തണുപ്പ്, കാറ്റ്, പിന്നെ ക്ലൗഡി ആണ്. അതുകൊണ്ട് ക്ലിയർ ലൈറ്റ് ഒന്നുമില്ല. ഞാൻ സ്വീഡനിൽ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഫസ്റ്റ് ടൈം സ്വീഡൻ വന്നത് ഹെൽസിംഗർ വഴി നമ്മൾ ഷിപ്പിലാണ്, അല്ലെ ക്രൂസ് വഴിയാണ് നമ്മൾ
സ്വീഡനിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് സ്വീഡൻ മാൽമോലാണ്. അത് ഡെൻമാർക്കിൽ നിന്ന് നമ്മൾ ട്രെയിൻ എടുത്ത് വരുന്നൊരു ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ മാൽമോ, സ്വീഡൻ മാൽമോയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി കാസിൽസും ചർച്ചുകളും പാർക്കുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇത്. പിന്നെ ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഈ പാർക്കിലൊക്കെ. ലീഫെല്ലാം യെല്ലോ കളറൊക്കെ ആയിട്ടുള്ള ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് അടിപൊളി വ്യൂ ആണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നല്ല തണുപ്പാണ്, നല്ല കാറ്റുമാണ്. അതാ ഇവിടെ കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ടോ. ഇപ്പൊ ദൂരെ കാണുന്ന ആ ബിൽഡിംഗ് ആണ് ടേണിംഗ് ടോർസോ. നമ്മൾ എന്തായാലും അവിടെയും കൂടെ കവർ ചെയ്യുന്നുണ്ട്. ക്യാമറാമാൻ ഹരിച്ചേട്ടനോടൊപ്പം ഈ കൊമ്പമ്മേശക്കാരനൊപ്പം സ്കാനൊന്നും ചെയ്യണ്ട. ക്ഷമയില്ല, ഇവിടെ പേരുണ്ട്. ഇങ്ങനെ കണ്ണ് മുഴിഞ്ഞിരിക്കുന്ന പ്രശ്നമുണ്ടോ? നോക്കിയിട്ട് ഇതിനകത്ത് കൂടെ നോക്കി എല്ലാ മറ്റേ കാക്കയെ നോക്കി അതിനും അങ്ങനെ തന്നെയാ. കണ്ണ് കണ്ണ കണ്ണ് ഹൈലൈറ്റ് ആയിട്ട് കാണും. കണ്ണ് കൊത്തിക്കൊണ്ടിരിക്കട്ടെ. ഗൗരിയം പിള്ളേസ് ഗാർഡൻ. ഇവിടെ എന്തൊക്കെയുള്ളത് ചേച്ചി? ഇവിടെ റോസാപ്പൂ ഉണ്ട്, ഡാഫോഡിൽസ് ഉണ്ട്. എവിടെ ഡാഫോഡിൽസ് എന്ന് കാണിച്ച? ഡാഫോഡിൽസ് ആണോ ഇത്? ആണോ? അല്ലല്ല, അത് വേറെ അല്ല, അത് കുറച്ചുകൂടെ വലുതാ. എനിക്കറിയില്ല, ഡാലിയ ആണോ അവൾ ഉദ്ദേശിച്ചത്, എനിക്കറിയില്ല. ഇത് ഡാലിയ അല്ല, അല്ലല്ല, ഇത് നമ്മുടെ അവിടെയൊക്കെയുള്ള ഒരു സൂര്യാന്തി വെറൈറ്റിയാ. വെറൈറ്റി ജമന്തിയും അല്ലത്. അപ്പൊ ഗൗരിയം പിള്ളയുടെ ഗാർഡനിലുള്ള പൂവിനെയൊന്നും ഗൗരിയം പിള്ളക്ക് അറിയില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. പൂച്ചന്റെ പാലുവനുണ്ട്, പൂച്ചപാൽ. $250 SCK കൊടുത്താൽ ഇത് കിട്ടും. അപ്പം നമ്മൾ നെക്സ്റ്റ് വന്നിരിക്കുന്നതാണ് മാൽമോ കാസിൽ. ഇത്
വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കാസിലാണ് സ്കാൻഡിനേവിയൻ റീജിയനിൽ തന്നെ. സ്കാൻഡിനേവിയ എന്ന് പറഞ്ഞാൽ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഈ ഒരു റീജിയനിലെ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ഒരു കാസിലാണിത്. ഈ ഒരു കാസിലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വൈറ്റ് കളറിലെ ബസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽസ് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, വേൾഡ് വാർ 2 സമയത്ത് ഒരുപാട് പ്രിസണേഴ്സിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബസ്സാണ്. ആ ബസ്സിനെ വൈറ്റ് ബസ് എന്നാണ് പറഞ്ഞത്. അവിടുത്തെ സ്വീഡിഷ് റെഡ് ക്രോസ് ടീം ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ബസ്സാണ്. ഒരുപാട് പ്രിസണേഴ്സിൻ്റെ ലൈഫ് സേവ് ചെയ്തിട്ടുള്ള ഒരു ബസ്സാണ്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ടാണ് അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ കാസലിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫുൾ മാൽമോൻ്റെ ഒരു മാപ്പ്, ഒരു 3D മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെയാണ് ഉള്ളത്, ആ ഒരു കംപ്ലീറ്റ് ടെറിട്ടറീൻ്റെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യായിരുന്നു, നമ്മൾ പോയ ചർച്ച്, നമ്മൾ പോയിട്ടുണ്ടായിരുന്ന പാർക്ക്, അങ്ങനെ എല്ലാം നമുക്ക് അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി കാസലിൻ്റെ ഉള്ളിൽ വന്ന് റെസ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഒരു സർപ്രൈസിങ് മൊമെൻറ്റ് നമുക്കുണ്ടായിരുന്നത്. അപ്പം അവിടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പെരേഡ് പെട്ടെന്ന് ഒരു സൈഡിൽ നിന്ന് വന്നു. അവർ അത് കാസലിൻ്റെ ഉള്ളിലോട്ട് കയറി. പിന്നെ അതിൻ്റെ പുറത്ത് നിന്ന് കുറച്ച് നേരം ഒരു പരേഡ് ഉണ്ടായിരുന്നു. അവരുടെ ഒതൻറ്റിക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു പരേഡായിരുന്നു. നമുക്ക് കാണാൻ പറ്റിയത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. അതിൻ്റെ ഒരു ലക്കാണെന്ന് കൂടെ പറയാം. കുമ്മനടിക്കുന്നുണ്ട്. ഓ ഗൗരി ഒളിഞ്ഞിരിക്കുക. ഓക്കെ, അങ്ങനെ അടുത്ത് നമ്മൾ ഒരു ടെക്നോളജി ആൻഡ് മറൈൻ മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ജസ്റ്റ് നിയർ ടു മാൽമോ കാസ്റ്റലാണ്. മാൽമോ കാസ്റ്റലിൻ്റെ ഉള്ളിലും ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇതൊരു കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി, ഇതിവിടെ കയറാമെന്ന് വിചാരിച്ചു. ഹാലോവിൻ സെറ്റപ്പിലുള്ള ഒരു മ്യൂസിയമാണ് കേട്ടോ. ഇപ്പോഴത്തെ ഗൗരി ടിക്കറ്റ് എടുക്കുന്നു. പെർ ഹെഡ് 60 SEK ആണ്. ഓ, അവിടെ ഒരു ഷിപ്പ് മ്യൂസിയത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്തോ സബ്മറൈൻ സംഭവങ്ങളൊക്കെ ഉള്ളിൽ കാണാൻ പറ്റും എന്ന് പറയണം. എന്താ പുറത്തൊരു പഴയ ഷിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. മ്യൂസിയത്തിൻ്റെ പേര് പോലെ തന്നെ അത്യാവശ്യം ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റുഡൻസിനും അല്ലാത്തവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും കാണാനും ഒക്കെ പറ്റിയൊരു മ്യൂസിയമായിരുന്നു. കുറേ ഫിസിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റും കൂടെ തെളിയണം, പറ്റുന്നില്ല. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഒരു ട്രഡീഷണൽ ഡ്രസ്സ് നോക്കൂ, പ്രൊജക്റ്റ് ചെയ്തിരിക്കും കേട്ടോ ഇത്, അല്ലേ? അല്ല ആ ഓക്കെ. എന്തോ സാധനം വന്ന് തപ്പൊരു ഫോട്ടോ വന്നു. ഓരോ കാലഘട്ടത്തിനെ കാണിച്ചുകൊണ്ടിരിക്കുക. 1950 ഇങ്ങനെയായിരുന്നു. ഒന്നും കൂടെ റൈറ്റ് ആക്ക്. അതേ ബിൽഡിംഗ് അല്ലേ? എന്തേലും വ്യത്യാസം ഉണ്ടോ? കളർ തൊപ്പി വെച്ചോണ്ടാണ് പണ്ട്. ഇപ്പൊ തൊപ്പി ഇല്ലാത്ത അല്ല, എപ്പോഴും തൊപ്പി വെച്ചോണ്ടാണ്. എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നതായിരിക്കും. 1930s അവർക്ക് വാക്യൂം ക്ലീനർ ഉണ്ട് അല്ലേ? ഇവിടത്തെ നമ്മളെയൊക്കെ കിങ്ങിന്റെ പരസ്യപ്പയല് ചൂലായിരിക്കും. ഇവിടെ നോക്ക്, വാക്യൂം ക്ലീനർ, സ്ട്രോളർ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു.
ഫുൾ സ്വീഡനാണോ ഇത്? ഇതുകൊണ്ടാ പള്ളി. അതന്നെയാണോ? ഓ ഇത് ഫുൾ സ്വീഡൻ. സ്വീഡനില്ല, മാൽമോ. ഈ മാൽമ നമ്മൾ അവിടെ കണ്ടില്ലേ? അത് ആ ഇയറിൽ എത്ര സ്ഥലമുണ്ടോ? പിന്നെ സ്വീഡൻ മൊത്തം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അല്ലല്ലേ, സ്വീഡൻ മാൽമ ആയിരിക്കും. സ്വീഡൻ ഒക്കെ വലിയ കണ്ടു. ഇതൊക്കെ കുറച്ച് ന്യൂ ബിൽഡിങ്സ് ആയത്. സീലാണ് സ്റ്റഫ് ചെയ്ത് വെച്ചൊക്കെ നോക്ക്. അമ്മ ഇതൊക്കെ എങ്ങനെ പെയർ ചെയ്യും? ഇത്രയും വെയിറ്റ് അല്ലേ? ഷൂസ് അമ്മ എന്നിട്ടെങ്ങനെ നടക്കും? ഗോൾഡ് ബാർ വണ്ടിന്ന് മൈൻ ബോംബില്ലേ? ഇത് അണ്ടർ വാട്ടർ കൂടെ വന്നു. വാട്ടർ സറൗണ്ട് സ്കെയിൽ കണ്ടതിന് എവിഡൻസ് ഓഫ് വെരി വാർ ആൻഡ് നേവൽ ദാറ്റ് പൊട്ടാത്ത ബോംബാ? പൊട്ടാത്ത ബോംബ് വെള്ളത്തിൽ നിന്ന് കിട്ടിയത്? ഇല്ല. ഇതൊരു ഷിപ്പിന്റെ ഹൈഡെക്ക് പോലത്തെ ഒരു സ്ഥലം അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുക. എങ്ങനെയാ ഹൈഡെക്ക് ഉണ്ടാവുക? മ്യൂസിയത്തിനകത്തും കളിക്കുന്ന സ്ഥലം. ഇവരുടെ ഒരു പ്രത്യേകത, എപ്പോഴും പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും. അതിപ്പോൾ ഏത് സ്ഥലത്തേമാരുണ്ടാവും കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ സ്പേസ്. പാർക്കിംഗ് അത് കഴിഞ്ഞ് അങ്ങോട്ട്. ജെറ്റ് എല്ലാ സാധനമുണ്ട് കേട്ടോ അവിടെ. പഴയ എയറോപ്ലൈൻസ്, കാറ്. നമ്മുടെ മൈസൂർ പൈന മ്യൂസിയം ഓർമ്മ വരുന്നത് കാണുമ്പോൾ. കാറും ബൈക്കും ഒക്കെ, കാട്ട് മുള്ളക്കാട്ടിൻ്റെ സാധനങ്ങളും. പഴയ ഫ്ലൈറ്റ് തൊട്ട് ഇതൊക്കെ പഴയ ഫ്ലൈറ്റ്. പിന്നെ ഇത് അത്യാവശ്യം വലിയൊരു മ്യൂസിയം ആട്ടോ. നമ്മൾ കയറി പെട്ട് നടന്നത് മടുത്ത് കുറേ ഉണ്ട്. ഈ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹിസ്റ്ററി ആയിട്ട് നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അപ്പം എല്ലാം മനസ്സിലാകത്തില്ലല്ലോ. പക്ഷെ നന്നായിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. ഗൊറില്ലേന്റെ സ്കെൽറ്റനാ. കിളികളെയും ഇങ്ങനെയൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഡ്രാഗണിന്റെ ഇതിനൊക്കെ നമ്മള് നോക്കുന്ന പോലെ ഉണ്ട്. ഈഗിള്, പേരറിയാത്ത കൊറേ പക്ഷികൾ. ആരാണോ മുടി 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 കൊള്ളാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെ. വേറെ എവിടെയോ ഉള്ള വ്യൂ നമ്മൾ ഇവിടെ നിന്നിട്ട് കാണാം. പേരെന്താ ഇത്? പെരിസ്കോപ്പ്.
പെരിസ്കോപ്പാ എനിക്കറിയില്ല. കറക്കി കറക്കി വേറെ സ്ഥലങ്ങളും കാണാം. 45 ഡിഗ്രി ആയിട്ടുള്ള മിററില് ആ ഒരു 90 ഡിഗ്രിയിലുള്ള വ്യൂ ഓക്കെ ഓക്കെ സബ്മറീനിലുള്ള തന്നെ. കൊള്ളാം. റൊട്ടേറ്റിംഗ് ടവർ ഇല്ലേ, അത് കാണാം. റൊട്ടേറ്റ് ആവുന്നുണ്ടോ? പോടാ. ഇവിടുത്തെ ഈ പഴയ രീതിയിലുള്ള നമ്മുടെ ഫോട്ടോ എടുത്തിരുന്ന സ്ഥലങ്ങളിലോട്ടോ. ഇവിടെ നമുക്ക് ഇവിടെ ഇത് ക്യാമറ, നമ്മളിവിടെ ഇരുന്നാല് അത് നമ്മുടെ ഫോട്ടോ എടുത്ത് പഴയ സ്നേഹം സ്മൈൽ. എന്റെ ആരാ ഇത്? ഇപ്പം വരും. കൊള്ളാല. ഇത് പ്രിന്റ് ചെയ്ത് തരുവായിരുന്നല്ലേ ദൈവം വന്ന്. ഈ സാധനത്തിന് ഫോട്ടോ എടുക്കോ? ഗൗരി, പഴയ സ്വീഡിഷ് ഗൗരി. ഇതുകൊണ്ട് അവിടെ ഒന്ന് കാണും. 3 ഗൗരി. ഒരാളെ വായുമ്പോഴത്തേക്കുന്നത് ഇതല്ലാത്ത റെഫറൻസ് പിക്സ്. നമ്മളിതിൽ വന്നു ഗൈസ്. ടോർസോ ടവറിലാണ്. ടോർസോ ടവർ എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉള്ളൊരു ബിൽഡിംഗ് ആണ്. ട്വിസ്റ്റഡ് ട്വിസ്റ്റായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. സ്ട്രെയിറ്റ് അല്ല, ട്വിസ്റ്റ് ആണ്. ഇതൊരു ബിൽഡിംഗ് ആണ്. അപ്പൊ ഇതാണ് ടേണിംഗ് ടോർസോ. നമ്മൾ ഒരുപാട് ദൂരത്തു നിന്ന് തൊട്ട് ഈ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട് മാൽമോയിൽ വന്നപ്പോൾ തൊട്ട്. അപ്പൊ ഇത് സ്കാൻഡിനേവിയയിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ബോട്ടം ടു ടോപ്പ് 90 ഡിഗ്രിയിൽ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. 54 ഫ്ലോർസ് ഉള്ള 2025 ബിൽഡ് ചെയ്തിട്ടുള്ള ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാജിക്. ഇതെങ്ങനെ ബിൽഡ് ചെയ്തു, ഇതിന്റെ എഞ്ചിനീയറിനെ സമ്മതിക്കണം എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു അത്. ഞാൻ ഇവിടെ കിടന്നൊരു ഞാൻ എടുത്തു. ഈ ലീഫിന്റെ കളർ കൊണ്ടോ ഭയങ്കര നല്ല റെഡ് കളറിലെ ലീഫ്. തൊടുമ്പോഴൊക്കെ പ്ലാസ്റ്റിക് പോലെ തോന്നുന്നു. ഒറിജിനലാണോ എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. നമ്മൾ ഇതുപോലെ മറ്റേ ഇമിറ്റേഷൻ ഇതുപോലത്തെ ഈ ഹാങ്ങിങ്ങിനൊക്കെ കിട്ടത്തില്ലേ വീട്ടിലെ ഡെക്കറേഷനൊക്കെ, അതുപോലത്തെ അല്ല, ശരിക്കും ഒരു പ്ലാസ്റ്റിക് എഫക്റ്റ് ആണ്. പക്ഷെ ഇത് ഒറിജിനലാണ്. പക്ഷെ ഇത് കൊള്ളായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
മറ്റേത് കിട്ടിയില്ല. സോ ഫാസ്റ്റ്. എന്തെന്ന് എന്നോ ജാക്കൻ റോസും ഇച്ചിരി തല ഇങ്ങോട്ടാക്കിക്കോ. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജ് കണ്ടോ, ഇതാണ് ഡെൻമാർക്ക് ടു സ്വീഡൻ ബ്രിഡ്ജ്, ഹൊറൈസൺ ബ്രിഡ്ജ്. ഇത് സ്വീഡൻ, ഓപ്പോസിറ്റ് സൈഡില് ഡെൻമാർക്ക്. ട്രെയിനില് ഈയൊരു ഭയങ്കര ഹെവി വിൻഡാണ്. ഒരു ടൈറ്റാനിക് വ്യൂ പോയിന്റ് എന്നാണ് ഈ ഒരു വ്യൂ പോയിന്റ്. ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ഹൈ കണ്ടന്റ് ആണ്. ഈ ചെക്കൻ ഇവിടുന്ന് ചാടുവാണ് ഗൈസ്, ഇവിടുന്ന് ഇവൻ ചാടുവാണ്. എൻ്റെ ഭഗവാനെ, ഐസ് കോൾഡ് വെള്ളമായിരിക്കും. ചാടി മോനെ, എന്റെ ഐസ് കോൾഡ് വെള്ളമായിരിക്കില്ലേ, സമ്മതിക്കണോനെ. നമുക്ക് നമ്മളോർത്ത് ഇതൊരു വ്യൂ പോയിന്റ് ആൻഡ് ഫോട്ടോ പോയിന്റ് ആണ്. ഇവിടെ ഇങ്ങനെ ജമ്പ് ചെയ്യാനും കൂടെ പറ്റുന്നത്. അപ്പോൾ ഒരു ഫുൾ ഡേ നമ്മൾ സ്വീഡൻ മാൽമോയിൽ ചുറ്റിക്കറങ്ങി കണ്ടു. അത്യാവശ്യം ഷോപ്പിംഗും ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഈവനിങ് ട്രെയിനിന് അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നൈറ്റ് നമ്മൾ തിരിച്ചെത്തി. അപ്പം നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബൈ ബൈ.